ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ നമ്മൾ ശനിയാഴ്ച ദിവസം ഒരു അവയർനെസ്സിൻ്റെ പാർട്ടാണ്. ഇന്നത്തെ അവയർനെസ് വളരെ പ്രത്യേകതയുള്ളൊരു അവയർനെസ്സാണ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഏരിയ, ബ്രോഡർ ഏരിയയാണ്. ഒരുപക്ഷെ നമ്മുടെ കുട്ടിക്കാലം മുതൽ ഏതൊരു ഏജ് വരെയും കൃത്യമായിട്ട് നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് തന്നെയാണ് സ്റ്റോറി ടെല്ലിംഗ്. അതൊരു കലയാണ്. അപ്പോൾ ഈ കലയെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ എങ്ങനെ ഒന്ന് പുനരാവിഷ്കരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ രീതികൾ എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്റ്റഡിയാണ് ഇന്ന് ഷീതാമാമിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഷീതാമാം കോഴിക്കോട് സ്വദേശിയാണ്. KCBയിൽ ജോലിയായിരുന്നു, റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ PhD ഒക്കെ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. സൈക്കോളജിയുടെ ബിരുദം പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത്ര കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു നല്ല ട്രെയിനറാണ്. സോ നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഷീതമാം, യു ആർ വെൽക്കം. താങ്ക് യു സാർ ഫോർ ഇൻവൈറ്റിംഗ് മീ. എല്ലാവർക്കും ഒരു സുന്ദര സായാഹ്നം. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ഒരു കഥ പറഞ്ഞു തന്നിരുന്നു. അതായത് പിന്നെ ഒരു കുട്ടിയുടെ അമ്മ കുട്ടിയോട് പറഞ്ഞു, മോളെ ഞാൻ പുറത്ത് പോവുകയാണ്, മോള് വാതിലെല്ലാം അടച്ചു തന്നെ ഇരിക്കണം, ആര് വന്നാലും വാതിൽ തുറക്കാൻ പാടില്ല, അങ്ങനെ തുറന്നാൽ അത് അപകടമാണ്, ഏതെങ്കിലും ജീവികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ നല്ല ലെവലിലല്ലാത്ത വ്യക്തികളോ ആരെങ്കിലും തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ പ്രശ്നങ്ങളാകുമെന്ന് പറഞ്ഞ് അമ്മ പോയി. കുട്ടി കുറച്ച് കഴിഞ്ഞപ്പം വാതിൽ തുറന്ന് പുറത്ത് കളിക്കാനൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിലേക്ക് ഒരു കരടി വന്നു. കരടി വന്നിട്ട് പുതച്ച് കിടന്നു. അവിടെ ഒരു കമ്പിളി ഉണ്ടായിരുന്നു, കട്ടിലിൽ പുതച്ച് കിടന്നു. അപ്പൊ കുട്ടി വന്ന് നോക്കുമ്പോൾ ഒരു പുതച്ച് കിടന്നു. ആരാ? ഞാൻ നിന്റെ അമ്മൂമ്മയാ, ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. അമ്മൂമ്മയുടെ ശബ്ദത്തിനെന്താ ഒരു മാറ്റം? വയസ്സായില്ലേ മോളെ? അമ്മൂമ്മയുടെ കയ്യിൽ ഇതെന്താ ഒരു രോമം പുതയ്ക്കുന്നുണ്ടെങ്കിൽ തൊടുമ്പം കുട്ടിക്ക് അങ്ങനെ തോന്നി. അത് പിന്നെ വയസ്സായില്ലേ, അങ്ങനെ ഉണ്ടാവും. മോൾക്ക് വയസ്സാകുമ്പോ മോളുടെ കയ്യിലും രോമം ഉണ്ടാവും. അമ്മൂമ്മയുടെ കണ്ണെന്താ ഇത്ര വലിയത്? അതും നിന്നെ നന്നായിട്ട് കാണാനാണ്. അമ്മൂമ്മയുടെ വായക്ക് എന്താ ഇത്ര വലിപ്പം? നിന്നെ വിഴുങ്ങാന്ന് പറഞ്ഞ് ആ കരടി കുട്ടിയെ വിഴുങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മ വന്ന് നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. പിന്നെ അവിടെ കരടി സുഖമായി പുതച്ച് കിടച്ചു, ക്ഷീണിച്ചു പോയി വിഴുങ്ങുകയൊക്കെ ചെയ്തപ്പോ. അപ്പം അമ്മ വന്ന് വയറ് കീറി കുട്ടിയെ പുറത്തെടുക്കും. അപ്പൊ എന്താ കുട്ടിക്ക് മനസ്സിലായത്? മൂത്തവർ പറയുന്നത് അനുസരിക്കാഞ്ഞാ വരുന്ന പ്രശ്നം. അപ്പൊ ഈ കഥ അമ്മ പറഞ്ഞു തന്നപ്പോ എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടായിട്ടോ. ഞാൻ അങ്ങനെ അമ്മയൊക്കെ പറഞ്ഞാല് പൊതുവെ ഉള്ളിലൊരു ശരിയാണ്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഉള്ള. അപ്പൊ ചെറിയ കുട്ടികളിലെ കഥ പറയുമ്പം വളരെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്കൊന്ന് PPT ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പൊ സ്റ്റോറി ടെല്ലിംഗ് എ ഗെയിം ചേഞ്ചർ ഇൻ ചിൽഡ്രൻസ് ലൈഫ്സ്. അതായത് നമുക്കിപ്പോ സ്റ്റോറി ടെല്ലിങ് കുട്ടികളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. എന്താണ് അഭിപ്രായം? നമ്മളിങ്ങനെ അന്നത്തെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് പോവുകയാണോ, അല്ല കുട്ടികളെ വളരെയധികം ബാധിക്കുന്നുണ്ടോ? കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കുന്ന കഥകള് ഒന്ന് അഭിപ്രായം പറയോ? കുട്ടികൾക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ഏറ്റവും വലിയ പവർ കിട്ടുന്ന ഈ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതെ സാർ. നമ്മൾ ഈ കഥയിൽ നമുക്ക് വീട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ പറഞ്ഞു തന്നെ, ഇനിയിപ്പോ പിന്നെ രാമായണത്തിലായതാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ യേശുവിനെ കുറിച്ചുള്ളതായാലും അല്ലെങ്കിൽ നമ്മളെ മറ്റേ നബീനെ കുറിച്ചൊക്കെ, അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു പിക്ചർ ഉണ്ട്. അത് നമ്മൾ സിനിമയിൽ കാണുന്നതോ TV-യിൽ കാണുന്നതോ ഒന്നുമല്ല. നമ്മളിപ്പോ രാമായണം എന്ന് പറഞ്ഞ TV-യിൽ കാണുമ്പോൾ നല്ല ക്ലീൻ ഷേവ് ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട രാമനായിരിക്കും കാണുക. പക്ഷെ നമ്മുടെ മനസ്സിലൊരു രാമനുണ്ട്. ആ രാമനെയാണ് നമുക്കിഷ്ടം. അപ്പൊ കുട്ടികളുടെ ഇമാജിനേഷനൊക്കെ വളർത്താൻ വേണ്ടി ഈ കഥ പറച്ചിലുകൊണ്ട് നന്നായി സഹായിക്കും. അപ്പൊ ഒരിക്കല്
ഒരു കുട്ടി പിന്നെ ആ കുട്ടിയുടെ വീട്ടില് ഒരു മാവുണ്ട്. മാവിന്റെ മോളില് ധാരാളം മാങ്ങയുണ്ട്. അപ്പം ധാരാളം മാങ്ങ ഉണ്ടായപ്പോ ഈ കുട്ടി ഒരു ദിവസം രാവിലെ തന്നെ മാങ്ങ പറിക്കാൻ പോയി. ഞാനൊന്ന് സ്ലൈഡ് മാറ്റുന്നുണ്ടേ. മാങ്ങ പറിക്കാൻ പോയിന്നൊക്കെ മാങ്ങയൊക്കെ ഇങ്ങനെ പകുതി കടിച്ച് അങ്ങനെ കാണുന്നില്ല. മാങ്ങയൊന്നുമില്ല. കുട്ടിക്ക് ആകെ സങ്കടായിപ്പോയി. അപ്പൊ കുട്ടി ഒന്നിങ്ങനെ കുട്ടിക്ക് തോന്നി. ഇങ്ങനെ നടന്ന് നോക്കി. ഇതെന്താ സംഭവിച്ചതെന്ന് കുട്ടി സുഖായിട്ട് ചുറ്റുവട്ടം നടന്ന് നോക്കി. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി. ഇത് മനുഷ്യരൊന്നല്ല. ആ അമ്മൂമ്മ പറഞ്ഞു തന്ന കഥയിലുണ്ടല്ലോ, കുരങ്ങുകൾ ഇങ്ങനെ മാങ്ങയൊക്കെ അടിച്ചു മാറ്റുന്നു. അപ്പൊ കുട്ടി അവിടെ ആ സ്കില്ല് എന്താണത്? കുട്ടിക്ക് പെട്ടെന്ന് കുട്ടി ഒരു തീരുമാനത്തിലെത്തിയില്ല. കുട്ടി ഒബ്സർവ് ചെയ്യാണ് ല്ലേ? യെസ്. അപ്പൊ കുട്ടി ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലായി ഇത് കുരങ്ങാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? ആ നല്ല മാങ്ങയൊക്കെ പറിച്ച് ഒരു ഭാഗത്ത് വെച്ച് ഈ കുരങ്ങ് വരുന്ന ആ ഭാഗത്ത് പിന്നെ ഒരു ചങ്ങലയൊക്കെ വെച്ച് ഇത് അറിയണം കുരങ്ങാന്ന് കുട്ടിക്ക് തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതിനൊക്കെ കുരങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചങ്ങലയൊക്കെ വെച്ച്. കുറച്ച് കഴിയുമ്പോ ശബ്ദം കേട്ട് കുരങ്ങ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ കുട്ടി കുറെ നല്ല മാങ്ങയൊക്കെ കുരങ്ങിനും കൊടുത്തു. പിന്നെ ബാക്കി കുട്ടിയും കൊണ്ടുപോയി. അപ്പൊ കുട്ടിക്ക് കുട്ടിയുടെ എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടിക്ക് നമുക്ക് മനസ്സിലായ എന്തൊക്കെയാ? കുട്ടിക്ക് എന്തെല്ലാം സ്കില്ല് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഒബ്സർവേഷൻ. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതെ ഡിസിഷൻ മേക്കിംഗ് വന്ന് പെട്ടെന്നൊരു ഇതിലല്ല കുട്ടി ആലോചിച്ച് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പൊ കുട്ടിക്ക് ഒരു ഡിസിഷൻ ഉണ്ടായി കഴിഞ്ഞു. പിന്നെ കുട്ടിക്ക് എമ്പതി ഉണ്ട് ല്ലേ? കുട്ടി മാങ്ങ കുരങ്ങിന് വെച്ചിട്ടുണ്ടല്ലോ കുറെ. അപ്പൊ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അത് സോൾവ് ചെയ്യാം? പെട്ടെന്ന് തിരക്കിട്ട് കുട്ടി ഇത് ആരെങ്കിലും ആയിരിക്കും വിചാരിച്ച ഡിസൈഡ് ചെയ്യൊന്നും ചെയ്യില്ല. ഇത് കള്ളനായിരിക്കും അങ്ങനെയൊന്നും ചിന്തിച്ചു. കുട്ടി നോക്കി ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്. അപ്പൊ നടക്കുന്നുണ്ട് കുരങ്ങ് നടന്നതിന്റെ കാര്യം കുട്ടിക്ക് മനസ്സിലായി. അമ്മൂമ്മ പറഞ്ഞു തന്ന കഥയായിട്ട് ഇതിനെ കുട്ടി കണക്ട് ചെയ്തു, ചിന്തിച്ചു. കുട്ടി വികാരം കൊണ്ടല്ല, കുട്ടിന്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഇത് അപ്പൊ കുരങ്ങും കൊടുക്കാം, പക്ഷെ അങ്ങനെ എല്ലാം അടിച്ചു മാറ്റാനും പറ്റില്ലല്ലോ. അപ്പൊ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം കുട്ടിക്കുണ്ടായി. അപ്പൊ ഒരു സ്ലൈഡിൽ അധികം നേരം നിൽക്കരുന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ബ്ലാങ്ക് സ്ലൈഡ് ആക്കുകയാണേ. അപ്പൊ കുട്ടികളുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് തീർച്ചയായിട്ടും കഥകള് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് പറയിപെറ്റ പന്തിരുകുലത്തിലേക്ക് പോവാം. അത് ആരെങ്കിലൊക്കെ വായിച്ചിട്ടുണ്ടോ? തീർച്ചയായും കേട്ടിട്ടുണ്ട്. താങ്ക് യു സാർ. അതിപ്പോ കൊട്ടാരത്തെ ശങ്കുണ്ണി എഴുതി ഐതിഹ്യമാലയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വായിച്ചത് പി നരേന്ദ്രനാഥിന്റെ. ഞാൻ നരേന്ദ്രനാഥിന്റെ ഒരു ആരാധികയാണ്. അപ്പൊ നരേന്ദ്രനാഥിന്റെ കഥയാണ് ഞാൻ അതൊന്ന് ഓർത്തുകൊണ്ടാണ് ഇപ്പം പറയുന്നത്. ഈ നരേന്ദ്രനാഥ് എഴുതിയതില് നമ്മൾ ഐതിഹ്യമാല മാത്രം വായിച്ച കുട്ടികൾക്ക് അത്രത്തോളം അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഐതിഹ്യമാലയിലുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും. അപ്പൊ നരേന്ദ്രനാഥ് 1934 ജനിച്ചത്. അദ്ദേഹം ഒരുപാട് കാലം പിന്നെ സെർച്ച് ചെയ്തിട്ടാണ് ഈ പിന്നെ കഥ എഴുതിയത്. അത് ഈ ഐതിഹ്യമാലേനെ ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ട് പറയിപെറ്റ പന്തിരുകുലത്തിലേക്ക് ആക്കാൻ വേണ്ടി കേരളം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. ബ്രാഹ്മൺസിന്റെ ഭാഷ പലതരം ഭാഷ മനസ്സിലാക്കി ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാം ഇങ്ങനെ 10-30 കൊല്ലം സെർച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയത്. അപ്പൊ വളരെ ഒരു മുതൽക്കൂട്ടാണ്. ഇതില് വരരുചിനെ നമുക്കറിയാലോ അല്ലെ? വരരുചി ആരാണ്? ഒരു ഒരു നല്ല എഴുത്തുകാരനല്ലേ പഴയ? അതായത് പിന്നെ വിക്രമാദിത്യ രാജാവിന്റെ നവരത്നങ്ങളിൽ കാളിദാസൻ ഉൾപ്പെട്ട നവരത്നങ്ങളില് ഒരാളാണ് വരരുചി. വരരുചി മഹാപണ്ഡിതനാണ്. ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ വിക്രമാദിത്യ രാജാവിനോട് ചോദിച്ചു, അങ്ങയുടെ ഈ പണ്ഡിത സദസ്സിൽ എന്നെയും ചേർക്കാമോ? രാജാവ് അത്ഭുതപ്പെട്ടു പോയി. സാധാരണ കുട്ടികളൊന്നും വലിയവരോടൊന്നും പോയി ചോദ്യങ്ങൾ ചോദിക്കാനൊന്നും നിൽക്കില്ല. അപ്പൊ നീ കുട്ടിയല്ലേ? ഞാൻ കുട്ടിയാണ്, പക്ഷെ എനിക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ അദ്ദേഹം ഓരോ സംശയം ഇങ്ങനെ ചോദിക്കുമ്പോ വളരെ ബുദ്ധിപൂർവം പറയുന്നു. രാജാവിന് വളരെ ഇഷ്ടമായി, സ്വീകരിച്ചു, മാലയൊക്കെ കൊടുത്തു. അങ്ങനെ ഈ മറ്റുള്ള പണ്ഡിതന്മാർക്കൊക്കെ കുറച്ച് അസൂയാണ് വരരുചിയോട്. കാരണം വരരുചിനെ രാജാവിന് വളരെ ഇഷ്ടമാണ്, എന്ത് സോൾവ് ചെയ്യും.
അങ്ങനെ ഒരു ദിവസം രാജാവ് ചോദിച്ചു, പിന്നെ രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്? എല്ലാവരോടും ചോദിച്ചു. ബാക്കി ആർക്കും അറിഞ്ഞാഞ്ഞപ്പം വരരുചിയോട് പറഞ്ഞു. അപ്പൊ വരരുചി ഒരു ആൻസർ പറഞ്ഞു അതല്ല. അപ്പൊ പറഞ്ഞു 41 ദിവസം തരാം. അതിനുള്ളില് ഇവിടെ വന്നിട്ട് എനിക്ക് ആൻസർ തരണം. അല്ലാത്ത പക്ഷം വരരുചിക്ക് എന്റെ സദസ്സില് പിന്നെ ഒരു പങ്കുണ്ടായില്ല. നീ ഇവിടുന്ന് പോകേണ്ടി വരുന്നു. വനരുചിക്ക് ടെൻഷനായി. അങ്ങനെ നടന്ന് പല സ്ഥലങ്ങളും പല പണ്ഡിതരോടും ചോദിച്ചു. പക്ഷെ ആർക്കും അത് കിട്ടിയില്ല. അവസാനം 41ാമത്തെ ദിവസം അടുക്കാറാത്ത തലേ ദിവസം ആ രാത്രി ഒരു വൃദ്ധയെ കണ്ടു. ആ വൃദ്ധ പറഞ്ഞു, "അതാ അങ്ങ് അവിടെ ഒരു ആൽമരം കാണുന്നില്ലേ? അതിന്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ആൽമരത്തിൽ വനദേവതകൾ ഇരിക്കുന്നുണ്ട്. അവര് നിന്നെ സഹായിക്കും." അങ്ങനെ വരരുചി പോയി. അങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് ആ ദിവസം തീരാൻ അങ്ങനെ ആൽത്തറയിൽ കിടന്ന് ഉറങ്ങി. ഉറങ്ങി ഇങ്ങനെ ഉണർന്ന് നിൽക്കുമ്പോണ്ട് 2 കിളികള് അതിന്റെ മോളിലുണ്ട്. അപ്പൊ വേറെ 2 കിളികള് കൂടി വന്ന്. അപ്പൊ പറ മറ്റേ വന്ന കിളികൾ ചോദിക്കും, "നിങ്ങള് വരുന്നുണ്ടോ? അങ്ങ് അകലെ ഒരു പറയി പ്രസവിച്ചിട്ടുണ്ട്. ഞാന് ആ കുട്ടീനെ പോയി കാണട്ടെ, ജാതകം എഴുതാൻ പോവാന്ന്." അപ്പൊ ഈ അവിടെ ഉണ്ടായിരുന്ന കിളികള് പറയും, ഞങ്ങളിപ്പോൾ വരുന്നില്ല. അതാ കണ്ടില്ലേ ആ ആൽത്തറയിൽ ഇരിക്കുന്ന സാധു ബ്രാഹ്മണന് സംരക്ഷകരായിട്ട് ഞങ്ങളിവിടെ ഇരുന്നോട്ടെ എന്ന്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കിളികൾ തിരിച്ചു വന്ന് പറഞ്ഞു, അവിടെ ഒരു പറയ പ്രസവിച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ ജാതകപ്രകാരം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമായ മാം വിധ എന്ന ശ്ലോകം അറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണ് അവരെ കല്യാണം കഴിക്കുക. പെട്ടെന്ന് ആ ശ്ലോകം കേട്ടപ്പം വരരുചി വളരെ സന്തോഷപ്പെട്ടു. ആവൂ 41 ദിവസത്തല്ല. അപ്പൊ അതിനുള്ളിൽ തന്നെ എനിക്ക് പറയാൻ കഴിഞ്ഞതാന്ന് വെച്ചാൽ വളരെ ഹാപ്പി ആയിട്ട് വരരുചി കൊട്ടാരത്തിലേക്ക് പോയി. അപ്പൊ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ കുശുകുശുക്കുന്നുണ്ട് മറ്റേ പണ്ഡിതന്മാർക്ക്. എത്ര ദിവസമായി ഇപ്പം വരരുചിനെ ഇവിടുന്ന് പുറത്താക്കും. അവര് ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുക. അപ്പം വരരുചി പോയിട്ട് രാജാവിനോട് പറഞ്ഞു, മാം വിധ എന്ന ശ്ലോകാണെന്ന്. രാജാവിന് വളരെ സന്തോഷായി. പിന്നെ കുറച്ച് കഴിയുമ്പം വരരുചി വിചാരിക്കും, ഈശ്വരാ ഞാനൊരു പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കണ്ടേ. അന്നത്തെ കാലഘട്ടം ഇന്നും അങ്ങനെയൊക്കെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ അന്ന് വളരെ അതും രാജാവൊക്കെ എന്നെ പുറത്താക്കും. എനിക്ക് എന്തായി സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാവില്ല എന്നൊക്കെ വരരുചി വിചാരിക്കും. പണ്ഡിതാന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പണ്ഡിതർക്കും ഇങ്ങനെയൊക്കെ ചിന്തകളൊക്കെ കാലത്തൊക്കെ വരാമായിരിക്കാം. അപ്പം എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കൊല്ലണം എന്ന് വിചാരിക്കും. അപ്പൊ രാജാവിനോട് പറയും, ഒരു പറയി പ്രസവിച്ചിട്ടുണ്ട്. ആ കുട്ടി ജീവിച്ചാൽ ഈ കൊട്ടാരം മുഴുവൻ ചാമ്പലാകും, നമ്മൾ നശിച്ചു പോകുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലണം എന്ന് പറയും. അപ്പൊ രാജാവ് പറഞ്ഞു, അയ്യോ ശിശുഹത്യ പാപമല്ലേ, അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുട്ടിയുടെ നെറ്റിയിൽ ഒരു പന്തം കുത്തിവെച്ചിട്ട് ചങ്ങാടത്തില് വാഴയുടെ തടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തില് കുട്ടിയെ ഒഴുക്കാൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് പറയും. അങ്ങനെ കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞു. വരരുചി വിചാരിക്കും കല്യാണമൊന്നും കഴിക്കണ്ട. ഇനി അഥവാ എങ്ങനെയെങ്കിലും ഈ പറയപ്പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നാലോ. അങ്ങനെ അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, "നീ എന്താ കല്യാണം കഴിക്കാത്തെ? ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചില്ലേ" എന്നൊക്കെ പറയും. വരരുചി രാജാവിനോട് പറയും, "യാത്ര ഭയങ്കര ഇഷ്ടാ." അങ്ങനെ സഞ്ചരിച്ച് കേരളത്തില് എത്തി. അപ്പൊ ഉം, നടന്ന് ക്ഷീണിച്ചപ്പോ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ കയറി. കയറിയിട്ട് ബ്രാഹ്മണൻ ഇരിക്കാനൊക്കെ പറഞ്ഞ് പിന്നെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ചെയ്തു വിട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒന്നാമത്തത്, ഞാൻ കുളിച്ചു വന്നാല് വീരാളിപ്പട്ട് വേണം. 3 ആളെ കഴിക്കണം. പിന്നെ ന- ന- 3 ആളെ കഴിക്കണം. 4 ആള് എന്നെ ചുമക്കണം. ആ 1001 കറികൾ വെച്ച് തരണം എന്ന് പറയും. ബ്രാഹ്മണനാകെ ഐസായിപ്പോയി. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ ഭയപ്പെടേണ്ട, ഇതൊക്കെ ചെയ്യാന്ന്. അപ്പൊ അത് കേട്ട് അദ്ദേഹം അങ്ങ് പോയി. പോയി വരുമ്പോഴത്തേക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതില് പിന്നെ വീരാളിപ്പട്ട് വേണമെന്ന് പറഞ്ഞല്ലോ. ആ പെൺകുട്ടിക്ക് മനസ്സിലായത് ചീന്തൽ കോണകാണ് വീരാളിപ്പട്ട് എന്ന് ഉദ്ദേശിച്ച്. അത് അദ്ദേഹത്തിന് ബ്രാഹ്മണന് കൊടുക്കും. പിന്നെ 1001 കറികൾ എന്ന് പറഞ്ഞ ഇഞ്ചിക്കറി കൂട്ടിയാൽ 1001 കറി കൂട്ടിയതിന് സമമാണെന്നാണ് വിശ്വാസം. അപ്പൊ അത് കൊടുത്തു. പിന്നെ 3 ആളെ കഴിക്കണം എന്ന് പറഞ്ഞത് വെറ്റില, ചുണ്ണാമ്പ്, അടയ്ക്ക, അതും കൊടുത്തു. 4 ആള് ചുമക്കണം. എന്തായിരിക്കും 4 ആള് ചുമക്കണം എന്ന് പറഞ്ഞേ? ഗസ് ഉണ്ടോ?
കട്ടില് കട്ടിലരി. യെസ്, വെരി ഗുഡ് മാം, താങ്ക് യു മാം. കട്ടില് കൊടുത്തു. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി ഈ പെൺകുട്ടി കൊള്ളാമല്ലോ, കാണാൻ നല്ല സുന്ദരിയാണ്, ബുദ്ധിമതിയാണ്, ബ്രാഹ്മണരുമാണല്ലോ, അപ്പൊ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് ഇങ്ങനെ അവര് പല നരത്തിലും ചുറ്റിക്കറങ്ങുമ്പോ ഒരു ദിവസം ആ പെൺകുട്ടീനോട് ചോദിക്കും, നിന്റെ നെറ്റിയിൽ എന്താ ഒരു മുറിവ്? അത് എന്റെ അച്ഛനും അമ്മയും അല്ല അവിടുത്തെ ബ്രാഹ്മണര്, അദ്ദേഹത്തിന് എന്നെ കിട്ടിയതാണ്, ചങ്ങാടത്തിന് ഒഴുകി വന്നതാണ്, അത് പൊന്തം കൊളുത്തി അതാണെന്ന് പറയും. അപ്പൊ വരരുചി ആകെ ടെൻഷനായിപ്പോയി. ഈശ്വര, ഇത് ആ പെൺകുട്ടിയാണല്ലോ. അപ്പൊ അവളോട് പറയും, നമുക്ക് സഹോദരി സഹോദരന്മാരായി ജീവിക്കാന്ന്. അപ്പൊ അവള് പറയും, അതെങ്ങനെ എന്റെ കഴുത്ത് താലി കെട്ടിയ ഒരാളെങ്ങനെ പറയാം, അത് പറ്റില്ല എന്ന് പറയും. അങ്ങനെ നടന്നു പോയി അവള് ഗർഭിണിയായി. അങ്ങനെ പ്രസവിക്കാനായപ്പോ വരദിച്ച് പറയാം, അങ്ങ് അവിടെ ആ കാട്ടിലവിടെ നിന്നോന്ന് പറയും. അങ്ങനെ ഒരു കുട്ടിയെ എടുക്കാൻ സമ്മതിക്കില്ല. വേണ്ട, ആ കുട്ടിക്ക് വായുണ്ടോ? ഓ ഉണ്ട്, എന്നാൽ അത് ഇര തേടിക്കോളും എന്ന് പറയും. അങ്ങനെ 1, 2, 3, 4, 5, 8 അങ്ങനെ 11 കുട്ടികളെയും പ്രസവിച്ചു. 6ാമത്തെ കുട്ടി പെൺകുട്ടിയാണ്. ഈ പ്രസവിച്ച 12ാമത്തെ കുട്ടീനെ പ്രസവിച്ചപ്പോ അവളോട് ചോദിക്കും വായുണ്ടോ? അപ്പൊ അവള് പറയും വായില്ല, വെറുതെ പറഞ്ഞതാ. പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ വായ പോയി. അപ്പം വരരുചി അതിനെ അവിടെ പ്രതിഷ്ഠിക്കും. അതാണ് വായില്ല കൊന്നിലപ്പൻ. ഈ 12 മക്കളെയും പലരും ആണല്ലോ എടുത്ത് വളർത്തിയത്. അപ്പൊ ഒരു കുട്ടീനെ നമ്പൂതിരിക്ക് തന്നെയാണ് കിട്ടിയത്. അപ്പൊ അത് അഗ്നിഹോത്രി. ആ കുട്ടി വളർന്നു വന്നത് നമ്പൂതിരിയുടെ ഒരു ശൈലിയിലാണ്. നല്ല ബുദ്ധിയുള്ള കുട്ടി തന്നെയാണ്. പിന്നെ ഇവര് പക്ഷെ എങ്ങനെയൊക്കെ കൂടി ആദ്യം അറിയില്ല. പിന്നെ ഒരു കുട്ടി പിന്നെ പാക്കനാര് പാക്കനാരെന്ന് പറയുന്നത് ഇതൊക്കെ അപ്പൊ താണ ജാതിയിൽ പെട്ടതാണ്. പക്ഷെ അത് അവൻ നല്ല ബുദ്ധിമാനാണ്. പിന്നെ പിന്നെ 6ാമത്തെ കുട്ടി കാരക്കലമ്മയാണ്. അത് പെൺകുട്ടി, അതും ബ്രാഹ്മണർ തന്നെ എടുത്ത് വളർത്തിയത്. പിന്നെ പലരും പല ജാതിയിലാണ് ഇവര് പെട്ടത്. ഒന്ന് നമ്മളെ പെരുന്തച്ഛ, പിന്നെ നാറാണത്ത് ഭ്രാന്തൻ, വള്ളോൻ, ആരാ എടുത്ത അതേ ശൈലിയിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ എല്ലാവരും വളരെ ബുദ്ധിമാന്മാരായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും അറിയപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഇതാരൊക്കെയാണ്? ഈ 12 മക്കൾ കൂടുതൽ നമ്മളെ സ്വാധീനിച്ചതോ അല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടുന്നത് ആരാണ്? പെരുന്തച്ഛൻ. അതെ, പെരുന്തച്ഛനും പിന്നെ നാറാണത്ത് ഭ്രാന്തൻ അല്ലേ? അപ്പൊ ഈ നാറാണത്ത് ഭ്രാന്തൻ ഒരു ദിവസം ഇങ്ങനെ താങ്ക് യു സർ. കല്ല് പറഞ്ഞോളൂ സർ. പറയുമ്പോ എനിക്കും കൂടി കുറച്ച് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ കല്ല് മുകളിൽ നിന്ന് എടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ എറിയാണ് മൂപ്പര വിനോദം. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടപ്പം പിന്നെ ഭദ്രകാളി ചോദിക്കും, ഇതെന്താ, എന്തോ വിഡിത്താ ചെയ്യുന്നത്? കല്ല് മുകളിലോട്ട് ഇട്ട് താഴോട്ട് ആർക്കും വേണേ വീട്ടിക്കൂടെ. അപ്പം പറയാ, ഇതൊരു വിനോദാണ്, നമ്മളെ ആളുകൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം ഭദ്രകാളിക്ക് മനസ്സിലായി ഇത് ആള് ചെറിയൊന്നല്ല, നല്ല ഇന്റലിജന്റ് ആണെന്ന് മനസ്സിലായി. അപ്പം ഭദ്രകാളി ചോദിക്കും, എന്ത് വരാണ് വേണ്ടത്? എനിക്ക് വരത്തിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കല്ലിട്ടിടുകയാണ് എന്റെ ഡ്യൂട്ടി, എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട. അല്ല എങ്കിലും എന്നോട് എന്തെങ്കിലും ഒരു വരം ചോദിക്കാന്ന് പറയും. അപ്പൊ പറയൂ, പിന്നെ എന്റെ ആയുസ് ഒരു ദിവസം കൂടി നീട്ടിത്തരണം. അപ്പൊ ഭദ്രകാളി പറയും, അയ്യോ അത് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. എന്നാലും വേണ്ട, ആയുസ് ഒരു ദിവസം കുറച്ചു തരണം. അയ്യോ അതും പറ്റാത്ത കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റുക? അപ്പം പറയാ, എന്നാ കിടക്കട്ടെ, എന്റെ വലത് കാലിലെ മന്ത് ഇടത് കാലിലേക്ക് ആക്കി തരണം എന്ന് പറയും. അപ്പൊ ഭദ്രകാളി ശരി, ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? നാറാണത്ത് ഭ്രാന്തൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പറയൂ. പറഞ്ഞോളൂ, ആരെങ്കിലും പറഞ്ഞാ മതി. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും വ്യർത്ഥമാണ്, എന്തൊക്കെയോ വാരിക്കൂട്ടുന്നു, ഒന്നിനും ഒരർത്ഥമില്ല. അപ്പം ഇപ്പൊ ഇനി മാത്രമല്ല, ഇനി ദൈവങ്ങളാണെങ്കിലും അവർക്ക് ആയുസ് നീട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല, അവർക്കും പരിമിതികളുണ്ട്. പിന്നെ വലതുകാല മന്ത് ഇടതുകാലത്താക്കിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. മനുഷ്യൻ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ വാരിക്കൂട്ടുന്ന ഒരു നിമിഷം കൊണ്ടത് നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. നമുക്കറിയാലോ, വലിയ ഉദ്യോഗസ്ഥന്മാർ, IAS ഓഫീസേഴ്സ്, IPS ഓഫീസർ, ഇവരൊക്കെ ഉണ്ട്. ഇവര് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും പഠിച്ചത്.
10-18 മണിക്കൂർ പഠിക്കുന്നു, അതേപോലെ ജോലി ചെയ്യുന്നു. പക്ഷെ ഈ നേട്ടങ്ങളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് അവർക്ക് ഇല്ലാതാകുന്നു. പിന്നെ അവർക്ക് വെറും അവരെ പേര് തന്നെ മാറിപ്പോയി. നമ്മളെക്കാൾ എത്രയോ താഴോട്ടേക്ക് അവർ പോയി പോകുന്നുണ്ട്. ഈ നേട്ടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് താഴേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കഥകളൊക്കെ വായിക്കുമ്പോൾ കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നന്നായിട്ടുണ്ടാകും. കുട്ടിക്ക് തോന്നും ഇതിലൊന്നും അർത്ഥമില്ല. കുട്ടി കുറെ പാഠങ്ങൾ, നമ്മൾ കുട്ടിക്ക് മെസ്സേജ് ഒന്നും കൊടുക്കണ്ട. കുട്ടി തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കും ഇതിലൊന്നും വലിയ അർത്ഥമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കുക എന്നല്ലാതെ കുറെ അടുത്ത തലമുറയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള കുറച്ചും കൂടി കുട്ടിയുടെ തിങ്കിങ്ങിലൊക്കെ കുട്ടിക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ പിന്നെ കുട്ടികളുടെ പിന്നെ സോഷ്യൽ സ്കില്ല്, എമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവും കുട്ടിക്ക് കഥകൾ കേൾക്കുമ്പോൾ. ഇപ്പൊ ഇതിലത്തെ കഥ തന്നെ പറയുമ്പം ഇതില് കാരക്കലമ്മ, ഇവരുടെ ഒരേ ഒരു സഹോദരിയാണ്. കാരക്കലമ്മ ഒരു കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഒരു കള്ളന്മാര് വന്ന് പിടികൂടാന്നൊക്കെ, ചെയിനൊക്കെ എടുക്കാന്നൊക്കെ. അപ്പൊ അവര് കൂസാതെ പറയാണ്, ചെയിന് ഞാൻ ഊരിത്തല്ല, നിങ്ങൾ വേണേ എന്നെ കൊന്നിട്ടെടുത്തോ. അപ്പൊ കള്ളൻ പറയാണ്, അല്ല പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരമോ? പെണ്ണുങ്ങൾക്ക് അഹങ്കാരം പാടില്ല. കള്ളൻ അഹങ്കാരാവാം, മയക്കുമരുന്ന് നടന്ന ആൾക്ക് അഹങ്കാരമാവാം, മദ്യപാനിക്ക് അഹങ്കാരമാവാം. പക്ഷെ സ്ത്രീകൾക്ക് അഹങ്കാരം അതും കൂടി ഉണ്ട് ഇതില്. നമ്മൾ സ്ത്രീകളെ ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത് പറയുമ്പോഴും. അപ്പം അത് അതിലെ കുട്ടി അവരെത്ര എമോഷണൽ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടാ പെട്ടെന്ന് പേടിച്ചു പോകും, കരയും. പക്ഷെ ഇത് വരരുചിയുടെ മകളല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു ഗുണം ഉണ്ടാവുമല്ലോ. അപ്പം വളരെ ശാന്തമായിട്ടാണ് ഇത് നേരിട്ടത്. അപ്പൊ കുട്ടികൾ, ഞാൻ ഈ കഥ തന്നെ പറയുന്ന, എല്ലാ കഥയും കൂടി പറയാതില്ലല്ലോ. ഇതിലെ കഥാപാത്രങ്ങൾ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ സഹായിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഇനി ഇതിൽ ഇവരുടെ ഒരു സഹോദരനാണ് അകവൂർ ചാത്തൻ. അകവൂർ ചാത്തനെ ഒരു ദരിദ്രനായ ബ്രാഹ്മണനാണ് എടുത്ത് വളർത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് വളർത്തിക്കൊണ്ട് വരാൻ കഴിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം വേറൊരു പണക്കാരനായ ബ്രാഹ്മണന് ഏൽപ്പിക്കും. ഇവൻ നല്ല കുട്ടിയൊക്കെയാണ്, പക്ഷെ ഇവൻ മടിയനാണ്. പക്ഷെ ഇവ സത്യസന്ധനാണ്. ഇവൻ ഏൽപ്പിക്കുന്ന കാര്യമൊക്കെ അവൻ ഭംഗി അയച്ച്, ഇവൻ ആരെയും ദ്രോഹിക്കില്ല, നല്ല ശുദ്ധ മനസ്സുണ്ട്. അപ്പൊ നമ്പൂതിരി വിചാരിച്ചു മടിയനാണെന്നും വേണ്ടില്ല, എന്നാ പിന്നെ അവനെ മാനേജരാക്കാം, മേലനങ്ങൊന്നും വേണ്ടല്ലോ. അപ്പൊ അകവൂർ ചാത്തനെ അവര് മാനേജരാക്കി. അപ്പൊ മാനേജരാക്കുമ്പോ തൊഴിലാളിക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു. അവരോട്, ഈ ബ്രാഹ്മണൻ നല്ല ആള് തന്നെയാണ്, പക്ഷെ ഒരു പിശുക്കനാന്നുള്ളു. ഈ പണക്കാരനായ ബ്രാഹ്മണൻ നല്ല വ്യക്തിയാണ്, പക്ഷെ പിശുക്കനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ പലിശക്ക് പൈസ കൊടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ ഒരു സാധു ബ്രാഹ്മണൻ ഇദ്ദേഹത്തോട് കുറെ 1000 പണം അങ്ങനെ എന്തോ വാങ്ങിയിരുന്നു. അപ്പൊ മോളെ കല്യാണം കഴിക്കാൻ പൈസ കടം വന്ന് ഇദ്ദേഹം പറയും 500 പണം പലിശയായിട്ട് തരണം. അപ്പൊ അത് ഇവനെ അകവൂർ ചാത്തനെ ഏൽപ്പിക്കും, ഈ പണക്കാരനായ ബ്രാഹ്മണൻ. അപ്പൊ ചാത്തന് തോന്നി, ഈശ്വര എങ്ങനെയാണ് ഈ ദരിദ്രനോട് ഞാൻ ഇങ്ങനെ പലിശ തരാൻ പറയാ? അതേ സമയത്ത് യജമാനോട് തെറ്റ് ചെയ്യാനും പാടില്ല. അപ്പൊ അകവൂർ ചാത്തൻ അങ്ങനെ അത് ആലോചിച്ച് നടന്നു പോകുമ്പം തലേ ദിവസം മഴ പെയ്തുന്നു. ഒരു മൺകുടം, മണ്ണൊക്കെ ഇങ്ങനെ പോയിട്ട് ഒരു മൺകുടം കാണും, അതിൽ കുറെ സ്വർണം കിട്ടി. അപ്പൊ അകവൂർ ചാത്തൻ ആ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ഈ സാധു ബ്രാഹ്മണന് കൊണ്ടു കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഈ കടം വാങ്ങിയ പൈസയൊക്കെ കൊടുത്തോളൂ, ബാക്കി പൈസ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളെ ബാക്കി പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചോളും. ബ്രാഹ്മണന് വളരെ ഹാപ്പിയായി. മാത്രമല്ല, ആരെങ്കിലും സ്വർണ്ണത്തിന് അത്രയും കിട്ടിയിട്ട് വേറൊരാൾക്ക്, ആരെങ്കിലും നല്ല സാധാരണ ഒരു ശരാശരി താഴെയുള്ള ആൾക്കാരും കൊടുക്കില്ലല്ലോ. ഒരു 10 രൂപയും കിട്ടിയാ എനിക്ക് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത്രയും കാര്യം ചെയ്ത് സന്തോഷമായി രാജാവിന്റെ അടുത്ത് പോയി. രാജാവല്ല, ആ തിരുമേനിന്റെ അടുത്ത് പോയി. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, ഇദ്ദേഹത്തിന് ഇപ്പൊ എനിക്ക് എങ്ങനെയാ പൈസ എന്ന ഒരു പരിഹാസം പോലെ, എന്തൊക്കെയാ ശരിയായോ ആന്ന് പറഞ്ഞ് കൊടുത്തു. അദ്ദേഹം അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മുടെ അകവൂർ ചാത്തൻ ഒരു വിദ്യ എടുത്തു. ആ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ടവരോടൊക്കെ പറയും, ഈ ഇടിച്ചക്ക ഉണ്ടായ കാലാണ്, നിങ്ങൾ ഓരോരുത്തരും പിന്നെ ഇടിച്ചക്ക കൊണ്ട് കൊടുക്കണം പിന്നെ ഈ തിരുമേനിക്ക്. അപ്പൊ 500 തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഉണ്ട് ഒരു ദിവസം രാവിലെ ഇടിച്ചക്കയായിട്ട് വരുന്നത്. അപ്പൊ ഇദ്ദേഹം വിചാരിക്കും, ഇതെന്ത് കഥയാണ് എല്ലാവരും കൂടി ഇടിച്ചക്കയും വരുന്നത്. അപ്പൊ അകവൂർ ചാത്തൻ പറയും, അങ്ങ് സമ്മാനം കൊടുക്കണം, ഇവരിങ്ങനെ ഇടിച്ചക്കയായിട്ട് വന്നതല്ലേ.
എന്നാ ഒരു കാൽ നാണയം കൊടുക്കുക അതുപോലെ അതുപോലെ അങ്ങയുടെ അന്തസ്സിന് ഒരു പിന്നെ പവനെങ്കും കൊടുക്കണം എന്ന് പറയും. അപ്പൊ അദ്ദേഹം വിചാരിക്കും എന്നാ പിന്നെ കൊടുത്തേക്കാം. അങ്ങനെ 500 അദ്ദേഹം പലിശക്ക് വാങ്ങിയ 500 പാവങ്ങളുടെ കയ്യിൽ കിട്ടി. അപ്പൊ ഗഫൂർ ചാത്തനോട് അദ്ദേഹം ചോദിക്കും ഇതെന്ത് സംഭവിച്ചു? അപ്പൊ സംഭവം മുഴുവൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അദ്ദേഹം വിചാരിക്കും അയ്യേ എനിക്ക് സമ്പത്ത് ഉണ്ടായിട്ടെന്താ, എനിക്കൊരു സ്നേഹമില്ല, ഞാനൊരു ശുദ്ധ മനുഷ്യനല്ല, ഗഫൂർ ചാത്തൻ നോക്ക് എത്രയും നിസ്വാർത്ഥനാണ്. അപ്പൊ അദ്ദേഹം സ്വഭാവം മുഴുവൻ മാറി. അപ്പൊ ഈ കഥയൊക്കെ വായിക്കുമ്പോൾ കുട്ടികൾക്കും തോന്നും തന്റെ സഹപാഠികൾ അല്ലെങ്കിൽ സഹജീവികളോടൊക്കെ സ്നേഹം ഉണ്ടായിരിക്കണം. സമ്പത്തിനേക്കാൾ വിലപ്പെട്ടത് സ്നേഹമാണ്, പിന്നെ ദയയാണെന്നൊക്കെയുള്ള ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടാകും. അങ്ങനെ കുട്ടികളുടെ സോഷ്യൽ സ്കില്ലൊക്കെ വളരും, ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ എമോഷണൽ ഇന്റലിജൻസ് പറഞ്ഞല്ലോ. എമോഷണൽ ഇന്റലിജൻസ് ഇല്ലാതായാൽ എങ്ങനെയാന്നുള്ളതും കൂടി നമുക്ക് പഠിക്കാം. കാരണം പെരുന്തച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ കഴിവുള്ള ഒരു തച്ചനാണ്. എല്ലാവരും പെരുന്തച്ഛനെ വിളിക്കുക, ബുദ്ധിമാനാണ്, വലിയ വലിയ ബിൽഡിംഗ് എടുക്കാൻ എല്ലാത്തിനും പെരുന്തച്ഛൻ പറഞ്ഞാൽ അതൊക്കെ. അങ്ങനെയുള്ള പെരുന്തച്ഛന് ഇങ്ങനെ എല്ലാവരും അംഗീകാരം കിട്ടും. ഒരാളെ നമ്മൾ വല്ലാണ്ട് എല്ലാവരും കൂടി എത്തിയാൽ ചിലപ്പോൾ അവരിലേക്ക് അഹങ്കാരം വരും. അങ്ങനെ പെരുന്തച്ഛന്റെ മകൻ അതിവിശിഷ്ടനായി. അങ്ങനെ മകനെ പറ്റി എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ പെരുന്തച്ഛൻ തോന്നി ആ എന്നെ വെല്ലുന്നവനോ, മകനായാലും വേണ്ടില്ല, അതേ അറിയാത്ത മട്ടിൽ ഉളി താഴോട്ടിട്ട് അങ്ങനെ മകൻ മരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തെ ഭയങ്കര സങ്കടമൊക്കെ ആയി. അപ്പൊ ആൾക്കാരൊക്കെ പറയും നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ലല്ലോ, കൈപ്പിഴ ആർക്കും വരും, സങ്കടപ്പെടണ്ടാന്ന്. പക്ഷെ പെരുന്തച്ഛന് അതറിയാമായിരുന്നു. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ വികാരാണ് അദ്ദേഹത്തിന് ഭരിച്ചത്, വിചാരല്ല. അപ്പൊ കുട്ടിയൊക്കെ ഒരു ബോധം ഉണ്ടാവും, ഞങ്ങൾ പെട്ടെന്ന് തോന്നുന്നത് പോലെ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അങ്ങനെ എമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തതിന് പെരുന്തച്ഛന് ഒരു ഉദാഹരണമായി. പിന്നെ കുട്ടികൾക്ക് സമൂഹമായിട്ട് ഇടപഴകാനുള്ള അതാണ് ഈ കഥകളിൽ നിന്നൊക്കെ. പിന്നെ ഇവര് ശ്രാദ്ധം മൂട്ടാൻ, പിന്നെ ഇവർക്ക് പല സ്ഥലങ്ങളിലാണെങ്കിലും ഇവര് സഹോദരി സഹോദരന്മാരാന്നൊക്കെ മനസ്സിലായി. അങ്ങനെ പിന്നെ ശ്രാദ്ധം മൂട്ടാൻ വേണ്ടി എല്ലാവരും അഗ്നിഹോത്രിന്റെ വീട്ടിൽ പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഇത് ഇഷ്ടല്ല. അഗ്നിഹോത്രിക്ക് ഇവരൊക്കെ ഇതാണ്, ഇങ്ങനത്തെ വളരെ ഫോർവേഡ് ആണ്, ഇവരുടെ മക്കളെല്ലാവരും നല്ല മിടുക്കരാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലാ പോയത്. വരദുജിന്റെയും പിന്നെ പഞ്ചമിന്റെയും ശ്രാദ്ധം കൂട്ടാൻ വേണ്ടി പോകും. എല്ലാവരും അവരവരാൾ കഴിയുന്ന ഒരു സമ്മാനം കൊണ്ടുവരും. പാക്കനാരുടെ കയ്യിലൊന്നുമില്ല. അപ്പം പശുവിന്റെ മുല കൊടുക്കും. അപ്പൊ അവിടെ ആരൊക്കെ പറഞ്ഞു പശുവിന്റെയോ ഇതോ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയാന്ന് തോന്നുന്നു, ഞാൻ ഇതിനില്ല എന്നൊക്കെ പറയും, ഇത് നിൽക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെ അത് വലിച്ചെറിഞ്ഞ് അവിടെയൊക്കെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പൊ നല്ല കോവയ്ക്കായി ശ്രാദ്ധം കൂട്ടാൻ. അപ്പം വളരെ സന്തോഷമായി. അതിനുശേഷം ആളുകൾ കോവയ്ക്കയും ഒരു നേർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതിലിപ്പോ മക്കളിൽ എല്ലാ മക്കളും വളരെ ബുദ്ധി ഉള്ള മക്കളാണ്, എല്ലാവരും നല്ല സ്നേഹമുള്ള മക്കളാണ്, എല്ലാവരും നല്ല കഴിവുള്ള മക്കളാണ്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അവര് വായില്ല കുന്നിലപ്പാന്ന് പറയുമ്പം അവര് ആ പ്രശ്നത്തിൽ നിന്ന് സോൾവ് ചെയ്യപ്പെടും. ഒരിക്കലും പിന്നെ ഈ കാരക്കൽ അമ്മേനെ കല്യാണം കഴിക്കാൻ വിചാരിച്ച പിന്നെ ബ്രാഹ്മണൻ ഇവരൊക്കെയാണ് സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കല്യാണം ഉറപ്പിക്കുക. അദ്ദേഹത്തിന്റെ മകനെ ആ കല്യാണം കഴിക്കുന്നത്. മകന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് ഇത് വേണ്ടാന്ന് പറയും. അപ്പൊ അത് വേണ്ടാന്ന് പറയുമ്പോ ഇത് എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോ ഇതൊക്കെ അപ്പൊ നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾക്കിത് വേണ്ടാന്ന് പറയും. അപ്പൊ ഇവര് പിന്നെ വായില്ല കുന്നില പിന്നെയാണ് വിളിക്കുന്നത്, അല്ല ഇനി നറന്ത് ഭ്രാന്താണെന്ന് പറയില്ല. പിന്നെ ആരെ ഇരിക്കാൻ കൂടി സമ്മതിച്ചില്ല. അപ്പം പാമ്പിനെ വരുത്തി അങ്ങനെ പേടിച്ചു പോയി, ഇവരുടെ സിദ്ധികളിലൊക്കെ പേടിച്ചു പോയി. പിന്നെ കല്യാണം കഴിച്ച് കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഈ കോപ്പറേഷനും കൂടി ഉണ്ട് ഇതിൽ കേട്ടോ, എല്ലാരും കൂടി ഒത്തുകൂടി ടീം വർക്കാ ശരിക്കും. പിന്നെ ഏത് കാര്യത്തിനും ലോജിക്കൽ തിങ്കിങ് ഉണ്ട്. എന്തൊരു പ്രശ്നം വന്നാലും പെട്ടെന്ന് അങ്ങ് ഒരാളായിട്ട് ചെയ്യല്ല, അവർ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പിന്നെ ഒരു ദിവസം മറ്റുള്ളവർക്ക് പ്രശ്നം വരുമ്പോൾ കൂടി ഈ മക്കൾ തന്നെയാണ് എല്ലാവരും കൂടി സഹായിക്കുന്നത്. ഒരു കാര്യം ഒരാളോട് പറഞ്ഞാൽ ആരെങ്കിലും എതിർത്താല് അതിലാർക്കാണ് അത് പലപ്പോഴും ഇവരെ സഹായിച്ചു പോകുന്നത്
എല്ലാ മക്കളും നല്ല കഴിവുള്ളവർ തന്നെയാണ് ഓരോ കാര്യത്തിലും. എന്നിരുന്നാലും പെട്ടെന്ന് സഹായിക്കുന്ന നാറാണത്ത് ഭ്രാന്തനാണ്. നാറാണത്ത് ഭ്രാന്തൻ ചിരിച്ചും കൊണ്ടാ. നാറാണത്ത് ഭ്രാന്തൻ നല്ല ലോജിക് ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ആരും പതർന്നില്ല. പക്ഷെ അത് ദേഷ്യഭാവോ അല്ലെങ്കിൽ ഉപദേശിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അതേ സമയത്ത് നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യണം, കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്യണം. ആ രീതിയിലാണ് അദ്ദേഹം ട്രിക്ക് ഉപയോഗിക്കുന്നത്. നേരത്തെ ഭദ്രകാളിയോട് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഈ കഥയിലുള്ള 12 മക്കളും വെള്ളം എന്ന് പറയുന്നത് ഒരു വെള്ളക്കാരനെടുത്ത് വളർത്തിയതാണ്. പിന്നെ ഉപ്പൂറ്റിയൻ പലരും ഉണ്ട്. അതിൽ ഒരാൾ മുസ്ലിമാണ്, ഉപ്പൂറ്റനാണ് മുസ്ലിം. പല ജാതിയിൽ പെട്ടവരാണ്, പല സാമ്പത്തികമായിട്ടുള്ള വീട്ടിലെത്തിപ്പെട്ടത്. പക്ഷെ എല്ലാവരിലും ഒരു സമന്വയ ഭാവമുണ്ട്, എല്ലാവരും തമ്മിൽ സ്നേഹമുണ്ട്. സൊസൈറ്റിക്കും നാളേക്ക് വേണ്ടി ഒന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാളേക്ക് വേണ്ടി നമുക്ക് ലോജിക്കൽ തിങ്കിങ് ഉണ്ടായാൽ തന്നെ നാളേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ നമ്മളൊന്നും അവിടുന്ന് പോകാന്നൊന്നും അറിയില്ല. കഴിയുന്ന കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഇപ്പൊ വളരെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകള് അതിനേക്കാൾ ആർത്തി പിടിച്ചിട്ട് സമ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ എന്താ അവരെ പ്രതിച്ഛായ മുഴുവൻ പോയി. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പൊ കുട്ടികളിൽ അത് തോന്നും, ഇതിലൊന്നും അർത്ഥമില്ല. പക്ഷെ ജീവിക്കാൻ സമ്പത്ത് ഉണ്ടാക്കണം. പക്ഷെ അങ്ങനെയല്ല, അമിതമായിട്ട് ഇപ്പൊ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സുഖമായി ജീവിക്കാം. ഇപ്പൊ ഒരു IAS ഓഫീസർക്കാണെങ്കിൽ അവരെ ശമ്പളം അവർക്ക് അവിടെ വെക്കാം. അവർക്ക് എല്ലാം സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവര് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്, അധ്വാനിച്ചിട്ടാണെങ്കിൽ അത്രയും പൈസ ഉണ്ടായിട്ടും പോരാ എന്നുള്ളതാണ്. ഇതൊക്കെ അർത്ഥശൂന്യാന്നുള്ളൊരു തിങ്കിങ് വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കഥകളിൽ കൂടിയൊക്കെ കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ ഒരു ദിവസമല്ല കഥ വായിക്കാൻ ചിലപ്പോ ഒരു കഥ പറഞ്ഞ് 2 കഥ പറഞ്ഞ് പല കുട്ടികൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. കഥ ഇങ്ങനെ കേൾക്കുമ്പോ കുട്ടികൾക്ക് ഇനിയും കേൾക്കാൻ തോന്നും. എന്റെ മോള് ഇങ്ങനെ ഈ ജർമ്മൻ മിസ്യൂസ് എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടായിരുന്നു. അവൾ ചെറിയ 4ാം ക്ലാസ് പഠിക്കുമ്പോ ഭയങ്കര വേദനയാണ്. ഈ കഥ ഇങ്ങനെ വേദന ഉണ്ടാകും. ഞാനിങ്ങനെ അവർക്ക് കളിക്കൊടുക്കുകയും ബാലരമയൊക്കെ വായിച്ചു അതുണ്ടാകുമ്പോൾ കരച്ചിൽ നിൽക്കും. കഥാപുസ്തകം കഥ തീർന്നു കഴിഞ്ഞാൽ പിന്നെയും കരയും. അപ്പൊ ഞാൻ പിന്നെയും പുസ്തകം കൊടുക്കും, പിന്നെ പഴയ പുസ്തകം അങ്ങോട്ട് അങ്ങനെ. അപ്പൊ അതിൽ കുട്ടികൾക്ക് നല്ല ജിജ്ഞാസ ഉണ്ടാകും. ആദ്യമൊക്കെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുക, പിന്നെ അവരെ മുമ്പിന്ന് വായിക്കുമ്പോൾ ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് കുട്ടികൾക്ക് തോന്നും. അപ്പൊ ഇവള് അങ്ങനെ അക്ഷരമൊക്കെ പഠിച്ചത് നഴ്സറിയിൽ നിന്ന് പോയിട്ടല്ല ശരിക്കും. ഇപ്പൊ നമ്മളിങ്ങനെ വായിക്കും, ഇതെന്താ പേപ്പറൊക്കെ എന്താ വായിക്കുമ്പോൾ ചോദിച്ച് കുട്ടികൾ തനിയെ പഠിച്ചോളൂ ശരിക്കും. പിന്നെ പഠിക്കാന്നല്ലാണ്ട് കുട്ടികളൊരു ജിജ്ഞാസ ഉണ്ടാകും കഥകൾ വായിക്കുമ്പോ. അതാണ് വലുതാകുമ്പോ അവരെ പിന്നെ സാറേ സമയം തീരാറായിട്ടുണ്ടോ? ഇല്ല മാം, പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുട്ടികൾക്ക് വലുതാകുമ്പം വായനാശീലം ഉണ്ടാവാനും കുട്ടികൾക്ക് ജനങ്ങളെ സേവിക്കാനും എഴുത്തുകാരൊക്കെ ആയിട്ട് ചെറുപ്പത്തിൽ നല്ല രീതിയിൽ വായിച്ചവരാണ്. പിന്നെ ഓരോ കാര്യത്തിനും കുട്ടികളുടെ ഒരു എമ്പതി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനും ഈ മോൾക്ക് നഴ്സറിന്ന് ഈ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ, ബ്രാഹ്മണി അമ്മേന്റെ കീരിയെ കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ച്. അങ്ങനെ ഒരു ബ്രാഹ്മണി അമ്മ പുറത്ത് പോകുമ്പോ അലക്കാൻ പോകുമ്പോ കീരീനെ കുട്ടിയെ ഏൽപ്പിച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഈ ചോരയൊക്കെ കാണുന്നുണ്ട്. ബ്രാഹ്മണി അമ്മ വിചാരിച്ചു കീരി കുട്ടിയെ കൊന്നതാണ്. അപ്പൊ വേഗം പോയി പാമ്പിനെ കീരിയെ അടിച്ചു കൊന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു കുട്ടി അവിടെ ഉഷാറായിട്ട് കിടക്കുന്നുണ്ട്, പാമ്പിനെ കൊന്നതാണ്. അപ്പൊ ഈ കഥ കേട്ടപ്പോ എന്റെ മോള് കുറെ കരഞ്ഞു, ചെറുപ്പത്തിൽ നഴ്സറിന്നാ. എന്നിട്ട് ഇങ്ങനെ ഒരു കല്ലെടുത്ത് കുത്ത, ബ്രാഹ്മണി അമ്മ മരിച്ചു പോട്ടെ, മരമണി നശിച്ചു പോട്ടെന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു വികാര എമ്പതി. അപ്പൊ നമ്മൾ കുറെ കുട്ടികളെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കഥയൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ കുട്ടികൾക്ക് മാത്രമാണ്, നമ്മക്കും കഥ കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. കഥ എല്ലാരും അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതേപോലെ ഞാൻ ഇവളോട് ചങ്ങാലിപ്രാവിന്റെ കഥ പറഞ്ഞിട്ടും, ചങ്ങാലിപ്രാവ് എന്താ ഒരു പാത്രത്തിൽ നിറയെ പയറ് വറുക്കാൻ കുട്ടിയെ ഏൽപ്പിച്ച് ചങ്ങാലിപ്രാവ് പോകുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പം പകുതിയേ ഉള്ളൂ. അപ്പൊ ചങ്ങാലിപ്രാവ് അടിച്ചു കൊല്ലുന്ന കുട്ടിയെ. പിന്നെ ചങ്ങാലിപ്രാവ് തന്നെ ഒരു ദിവസം പയറ് വറുക്കുമ്പോ മനസ്സിലായത് ഇത് കുറഞ്ഞു വരുന്നു. അപ്പൊ ഈ കഥ പറഞ്ഞിടത്ത മോള് പറയാ അമ്മപ്രാവ് നല്ലതല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കഥകളും കേൾക്കുമ്പോ കുട്ടികളുടെ ആ ഒരു എമ്പതി ഒക്കെ കുട്ടിയൊക്കെ ഉണ്ട്. തെറ്റേത് ശരിയേത് ഒരു ലോജിക്കൽ തിങ്ക് ചെയ്യുന്നതിന്റെ നമ്മളൊന്ന് ആലോചിക്കാണ്ട് പെട്ടെന്ന് തന്നെ ഒന്നിലേക്ക് എടുത്ത് ചാടരുത് എന്നുള്ള ഒരു ചിന്തയും കുട്ടികളിൽ ഉണ്ടാവും. പിന്നെ അതേപോലെ നരേന്ദ്രനാഥിന്റെ മറ്റൊരു കഥയാണല്ലോ കുഞ്ഞിക്കൂനെ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി. അപ്പൊ എല്ലാരും പറയും പൂരാടം നക്ഷത്രമായിട്ടാണ് കുഞ്ഞിക്കൂനെ. ആർക്കും ഇഷ്ടമല്ല എന്നല്ല,
ഇങ്ങനെ ആളുകൾ പറയുന്നത്. കുഞ്ഞിക്കുഞ്ഞ് ഭംഗിയാണ്, ഒരു കൂനയൊക്കെ ആയിട്ട്. പക്ഷെ കുഞ്ഞിക്കുഞ്ഞിനെ ഒരു ആശാൻ എടുത്ത് വളർത്തും, മിടുക്കനാക്കും. കുഞ്ഞിക്കുഞ്ഞ് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, സഹായമുള്ള കുട്ടിയാണ് എല്ലാവരും. അപ്പൊ എല്ലാവർക്കും കുഞ്ഞിക്കുഞ്ഞിനെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ കുഞ്ഞിക്കുഞ്ഞിന്റെ ആശാൻ മരിക്കുമ്പോ കുഞ്ഞിക്കുഞ്ഞിനോട് പറയും, നീ തന്നെ നിന്നെ നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. അവനെ കുറെ നല്ല സ്വഭാവം, അവൻ ബുദ്ധിയുള്ളവന് സ്നേഹമുള്ളവനാണ്. അദ്ദേഹത്തിന്റെ വളർത്തലോട് കൂടി കുഞ്ഞിക്കുഞ്ഞൻ കൂടുതൽ മിടുക്കനായി. അങ്ങനെ ഒരു ദിവസം അവിടെയൊക്കെ ഒരു പിശാചിന്റെ ബാധ കേട്ടിട്ട് ആളുകളൊക്കെ സന്ധ്യയാകുമ്പം വാതിലടച്ച് നിൽക്കും. അങ്ങനെ കുഞ്ഞിക്കുഞ്ഞൻ വിചാരിക്കും, ഇതെന്താ എല്ലാരും വാതിലടച്ച് കിടക്കുന്നത്? കുഞ്ഞിക്കുഞ്ഞൻ വാതിൽ മുട്ടും. അപ്പൊ പിശാച് ഒരു കുഞ്ഞിക്കുഞ്ഞനാന്ന് മനസ്സിലായപ്പം വീട്ടുകാർ വാതിലിൽ ഉള്ളിലേക്ക് അവനെ നിർത്തി. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ അവന് തോന്നി ഇതിലെന്തോ ഒരു കളവുണ്ടെന്ന്. അപ്പൊ കുഞ്ഞിക്കുഞ്ഞൻ വിചാരിച്ചത് കണ്ടുപിടിക്കണം. അപ്പൊ പിറ്റേ ദിവസം കുഞ്ഞിക്കുഞ്ഞൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നിട്ട് ഒരു കോലെടുത്തിട്ട് അതിന്റെ മുകളിൽ കുറെ കരി തേച്ച് നോക്കുന്നേരം ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വേഷം കെട്ടി വരുന്നത് അവൻ കാണാൻ തുടങ്ങി. അവൻ ഒളിച്ചിരുന്ന് ഒരൊറ്റ ഇത് കൊടുക്കും. അപ്പൊ മുട്ടിന് വല്ലാത്തൊരു ചതവേറ്റ്. എന്നിട്ട് കുഞ്ഞിക്കുഞ്ഞ് പോയി. പിറ്റേന്ന് ഗ്രാമസഭ ചേർന്ന് എന്നിട്ട് പിന്നെ അധിപൻ പറയും, ഗ്രാമാധിപതി പറയൂ, പിന്നെ നമുക്ക് ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം, പിശാച് ബാധയ്ക്ക്. അപ്പൊ ഒരു മന്ത്രവാദി ഉണ്ട് ആ നാട്ടിലെ, വലിയ വെല്ലോണാ അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയും, ഓരോ വീട്ടിലെയും ബാധ ഓരോ പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ തീർക്കാൻ പറ്റുക, അതുകൊണ്ട് ഓരോരുത്തർ ഓരോ സ്വർണ്ണ നാണയം തരണം. അപ്പൊ കുഞ്ഞിക്കുഞ്ഞൻ ചോദിക്കും, അതെന്തിനാ പിശാചിന് കൊടുക്കാനാണോ? പിശാചിന് എന്തിനാ സ്വർണ്ണ നാണയം ചോദിക്കും. അപ്പം പറയടാ ചെറുക്കാ, നിനക്ക് എന്തറിയാ, പിശാചിന് സ്വർണ്ണ നാണയം വേണമെന്നത്. അപ്പൊ അവൻ ഉറക്കെ വിളിച്ചു പറയും, നിങ്ങളൊന്നും കൊടുക്കരുത്, ഞാൻ മാറ്റിത്തരാം നിങ്ങളെ പിശാചിനെ. അപ്പൊ എന്നിട്ട് പറയും, ഇതാ കണ്ടില്ലേ, ഇദ്ദേഹത്തിന്റെ കാലിലുള്ള മുട്ടിന് കണ്ടില്ലേ, ഇത് ഞാൻ ചെയ്തതാണ്. അപ്പൊ ഈ മന്ത്രവാദിക്ക് ഭയങ്കര ദേഷ്യായി. അപ്പൊ ഗ്രാമസഭയിൽ നിന്ന് എല്ലാവരും കൂടി അവന് ഒരുപാട് സമ്മാനമൊക്കെ കൊടുത്തു. അപ്പൊ പിന്നെ അവരൊക്കെ പറയൂ, കുഞ്ഞിക്കുഞ്ഞാ നീ ഇവിടെ നിൽക്കണ്ട, മന്ത്രവാദി ചില്ലറക്കാരനല്ല, നിന്നെ ദ്രോഹിക്കുന്നു. അങ്ങനെ അവൻ നടു വിട്ടു പോകുന്നതാണ്. അപ്പൊ നരേന്ദ്രനാഥിന്റെ കഥകളിലൊക്കെ തന്നെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടും നമ്മുടെ ആർത്തിക്കെതിരായിട്ടും ഒക്കെയാണ് പറയുന്നത്. അതേപോലെ എമ്പതി, ഇങ്ങനെയുള്ള കഥകൾ കുട്ടികൾ ഇങ്ങനെ വായിച്ച് വായിച്ച് കുട്ടികളെ വായനാശീലം, കുട്ടികളുടെ വളരുന്നതിന് തന്നെ നല്ല ഒരു മാറ്റം ഉണ്ടാകും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അധികം അങ്ങനെ, ഒന്നാമത്തത് അന്നൊന്നും നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോണൊക്കെ വളരെ ഉപകാരപ്രദമാണ്. നമ്മളിപ്പോ ഇപ്പൊ നമ്മളിപ്പോ ലാപ്പും മൊബൈലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ അതിനും ഒരു നിയന്ത്രണം കൊടുത്ത് കുട്ടികളെ ശരിക്കും വീട്ടിലുള്ളവരും കുറച്ചൊക്കെ സമയം കഥ പറഞ്ഞു കൊടുക്കാൻ ചെലവാക്കണം. അപ്പൊ ഇപ്പോഴത്തെ അമ്മമാരുടെ അച്ഛന്മാരുടെ ഒരു എല്ലാവരും അല്ല, ഒരു വലിയൊരു വിഭാഗം എന്ന് നമുക്ക് പറയാം, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനോ കളിക്കാൻ വിടാനോ അല്ല താല്പര്യം. കുട്ടികൾക്ക് നല്ല വസ്ത്രങ്ങൾ, നല്ല വസ്ത്രം കൊടുക്കുന്നത് നല്ലതിനെ, നല്ല വീട്, നല്ല സ്കൂൾ, പഠിക്കുക എന്നുള്ളത്, പുസ്തകങ്ങളുള്ളത് പഠിച്ചിട്ടും എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാക്കുക, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് കുട്ടികളെ നല്ല വ്യക്തികളാക്കി വളർത്തണം. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. പഴയ കാലത്ത് ജോയിന്റ് ഫാമിലി എന്നൊക്കെ ആകുമ്പം ഈ അമ്മൂമ്മമാരൊക്കെ ആയിരിക്കും കഥ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ അതില്ലെങ്കിൽ കുറച്ച് സമയം അച്ഛനും അമ്മയ്ക്കൊക്കെ കുട്ടികളെ കൂടെ ചെലവഴിക്കാം. അപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും ഇപ്പൊ ഇന്നത്തെ കാലത്തെ പോലെ അല്ലെങ്കിൽ അന്നൊക്കെ എന്റെ അമ്മയ്ക്കൊക്കെ ഞങ്ങൾ 5 മക്കളുണ്ട്, അമ്മ ടീച്ചറാണ്, പിന്നെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ട്. പക്ഷെ എത്ര നേരം ഇല്ലെങ്കിൽ നടന്നു പോകുമ്പോ, സ്കൂളിലേക്ക് നടന്നു പോകുമ്പോ ഒക്കെ കഥ പറഞ്ഞു തരും. അതേപോലെ കണക്കുകളൊക്കെ പറഞ്ഞു തരും. അമ്മൂമ്മ 10 പത്തിരി ചുട്ട് 2 എണ്ണം കാക്ക കൊണ്ടുപോയി ബാക്കി, അങ്ങനെ കുട്ടികളെ ഇരുന്ന് ഇങ്ങനെ A+B² അങ്ങനെ പഠിപ്പിക്കുന്ന, അതൊക്കെ പഠിക്കണമെങ്കിലും കുട്ടികളെ കുറെ കളിയിലൂടെയും കഥയിലൂടെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് ശ്രദ്ധിക്കും. പക്ഷെ നമ്മളെയൊക്കെ നാട്ടിലുള്ള സ്കൂളിൽ തന്നെ കുറെ കുട്ടികളുണ്ട്, ടീച്ചേഴ്സിന് നമുക്ക് അങ്ങനെ കുറ്റം പറഞ്ഞൂടാ. അപ്പൊ അവർക്ക് ഇപ്പൊ ഓരോ കുട്ടിയെയും അങ്ങനെ നോക്കാൻ പറ്റില്ല, ആദ്യം പേരൻസ് തന്നെയാണ്. എന്നിരുന്നാലും ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാം. ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളിലും ഒന്നോ രണ്ടോ കുട്ടി മറ്റവനെ തോണ്ടാതെ ഈ കുട്ടിക്ക് വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ കുട്ടിയെ നീ എന്താ ഇങ്ങനെ, അവനെ പോലെ അല്ല എന്ന് പറയുന്ന ടീച്ചർ ഉണ്ടാവും. പക്ഷെ ഒരു കുട്ടിയെ പോലെ അല്ലല്ലോ. അപ്പൊ ആ കുട്ടിയെ ഒന്ന് വേറെ വിളിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുട്ടികളെ വളർച്ചയിൽ ശരിക്കും കുറെയൊക്കെ നമ്മുടെ വളർത്തലിലാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അധികം കുറെ ഫോണിലായി പോകുന്നുണ്ട്. അത് പേരൻസ് അങ്ങനെ ഫോണും പിടിച്ച്, കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പം ഫോണും പിടിച്ച്, ലൈല ഒരിക്കലും പറഞ്ഞ പോലെ ദോശ ചുടുന്നേരം കുട്ടി മാർക്ക് കാണിക്കാൻ വന്നപ്പോ ദോശ എടുക്കട്ടെ എന്നുകൊണ്ട് വരാതെ അപ്പതേ കുട്ടീന്റെ പാട്ടിന് പോയി.
അപ്പൊ കുട്ടികളെ നമുക്ക് ദോശ അവിടെ സ്റ്റൗവിൽ ഓഫാക്കാം. നമ്മൾ പലപ്പോഴും നമ്മളെ സമയം അങ്ങനെയാണ്. നമ്മളെ സമയം ആർക്ക് വേണ്ടിയുള്ളതാന്ന് പലപ്പോഴും പലരും മറന്നു പോകുന്നു. പക്ഷെ ഇതിനെതിരായിട്ടുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ കുട്ടികളെ. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒരു ലൈബ്രറി ഒക്കെ ഉണ്ട്. ലൈബ്രറിയിൽ കുട്ടികൾക്ക് വായന മത്സരം നടത്തുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ ഓരോ പ്രോഗ്രാം ഇപ്പൊ യൂട്യൂബ് ഉണ്ടാക്കുക എങ്ങനെയാണെന്നൊക്കെ സാധാരണ സ്ത്രീകൾക്ക് വേണ്ടി വലിയ ഫീസ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ കുറെ ആളുകൾ ഇപ്പൊ ഉണ്ട് കേട്ടോ. ഇപ്പൊ പറഞ്ഞ ഈ റിട്ടയറീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ റിട്ടയറീസ് എൻഗേജ് ചെയ്തിട്ട് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ കുട്ടികൾ മാത്രമല്ല സമൂഹം വളരണമെങ്കിൽ ഇപ്പൊ നാളെ വലിയവരായിട്ട് വരണമെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പറയും വൃദ്ധസദനത്തിൽ ഇടുന്നത്. അതൊരു കാരണം പലർക്കും ജോലിയൊക്കെ ദൂരത്താണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും സ്നേഹം പഴയതുപോലെ കുറെ ഭാഗത്തൊക്കെ ഇല്ലാതാവുന്നത് ഇത്തരം കഥകളോ കളികളിലൂടെയൊന്നും കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ടാണ്. അപ്പൊ കുട്ടികൾ നീ എന്ത് പറഞ്ഞാലും ഒന്നുകിൽ നീ കുട്ടിയല്ലേ, കുട്ടികളെ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്ത കുട്ടികൾ തന്നെയാണ് പിന്നീട് നല്ല പൗരന്മാരായി മാറുന്നതും. അല്ലാതെ എനിക്ക് കുറെ സമ്പത്ത് ഉണ്ടാക്കണം, എനിക്ക് കുറെ അല്ല സമ്പത്ത് ഉണ്ടാക്കണം ആവശ്യത്തിന്, ആഡംബരമായിക്കോട്ടെ, എല്ലാവരെയും മോഹല്ലേ. പക്ഷെ അതിൽ മാത്രം പ്രാധാന്യം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവനെ അമ്മൂമ്മേനെ കൊല്ലുക, മറ്റവരെ കൊല്ലുക, എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് കുട്ടികൾ പോകുന്നത്. അതുകൊണ്ട് കുട്ടികളെ നമ്മള് ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ പ്രഗത്ഭരും ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ഞാൻ. പിന്നെ സാബു സാർ എന്ന് പറഞ്ഞു എനിക്ക് ഈ സബ്ജക്റ്റിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടും പെട്ടെന്ന് എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾക്ക് കുട്ടികളെ കഥ പറഞ്ഞും കളിക്കാൻ വിട്ടും അങ്ങനെ വളർത്തിയെടുക്കാം. ഇത്രയും നേരം എന്നെ ശ്രമിക്കാൻ നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ദി പർപ്പസ് ഓഫ് സ്റ്റോറി ടെല്ലിങ്. ശരി, അപ്പൊ നമ്മളെ വളർത്തുക എന്നുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ലാസ്റ്റ് പറഞ്ഞു, ഷെയർ ചെയ്തോ. ആ അല്ല അതൊന്നുമില്ല. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആർട്ടാണ്, ഒരു സയൻസ് ആണ്. ഓക്കെ. സോ താങ്ക് യു മാം. വളരെ മനോഹരമായ സെഷൻ. പ്രത്യേകിച്ച് ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് സ്റ്റൈലിൽ ഇന്ന് നമുക്കറിയാം എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു തലം എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ എത്രമാത്രം എക്സ്പീരിയൻഷ്യൽ ആയിരുന്നു. ഏതൊരു ചെറിയ ഉദാഹരണമോ അല്ലെങ്കിൽ കണക്കാണെങ്കിലും എല്ലാം എക്സ്പീരിയൻഷ്യലായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ശൈലി പണ്ട് മാതാപിതാക്കൾ ചെയ്തിരുന്നു. ഇപ്പം അതിന് സമയമില്ല, എല്ലാവരും തിരക്കിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കഥകളിലൂടെ ഇപ്പം നമുക്കറിയാം 12 ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ 10 ലൈഫ് സ്കിൽസ്, ഇല്ലെങ്കിൽ 21st സെഞ്ചുറി ലൈഫ് സ്കിൽസ് എന്നൊക്കെ പറയും. അപ്പം അന്ന് ലൈഫ് സ്കില്ലുകളൊന്നും അറിയാതെ തന്നെ ഈ കഥകളുടെ മൂല്യങ്ങളും സാരാംശങ്ങളും ഗുണപാഠങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇന്ന് ലൈഫ് സ്കില്ലിന് വേണ്ടി കഥകൾ പറയേണ്ട അവസരമാണ് വരുന്നത്. അപ്പം ഈ പറയപ്പെട്ട പന്തിരുകുലത്തിൻ്റെ 12 പേരിലും നമുക്ക് 12 തരത്തിലുള്ള ലൈഫ് സ്കില്ലുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത. വരരുചി, അകവൂർ ചാത്തൻ, നാറാണ ത്രിമാന്തൻ, പെരുന്തച്ചൻ, അഗ്നിഹോത്രി, ഇങ്ങനെ ഇവരുടെ എല്ലാ കഥകളിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഇന്ന് നമുക്ക് ആവശ്യമുള്ള ഈ ലൈഫ് സ്കില്ലുകൾ അഭിരുചികളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയാണ്. ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങളുണ്ടോ? ഇന്ന് പലപ്പോഴും ലൈഫ് സ്കില്ല് നമ്മൾ എക്സ്പീരിയൻഷ്യലായിട്ട് പല കളികളിലൂടെയാണ്, കഥകളിലൂടെയല്ല. അപ്പോൾ പലപ്പോഴും മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. മൂല്യങ്ങൾ ഈ കഥകളിലൂടെ തന്നെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അന്നത്തെ കാലത്തേക്കാളൊക്കെ വളരെ ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുതിയ ജനറേഷൻ സത്യത്തിൽ വരുന്നു. ആ റിലേഷൻഷിപ്പും എമ്പതിയും അല്ലേ, അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ്ങും ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? മറ്റേത് കഥകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. സോഷ്യൽ സ്കിൽ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് കോഗ്നിറ്റീവ് തിങ്കിങ് ഉണ്ടാകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിന് പകരം ഇന്ന് അത്യാഗ്രഹം അല്ലേ, അത്യാഗ്രഹത്തിൻ്റെ സാധ്യതകൾ, അന്ധവിശ്വാസത്തിൻ്റെ സാധ്യതകൾ, ഇതൊക്കെ കൃത്യമായിട്ട് തുടച്ചു നീക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സോഷ്യൽ ഹാർമണി ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് അത്ര എളുപ്പമല്ല. അതുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് മറന്നു പോകുന്ന തരത്തിലാണ്. പക്ഷെ അന്ന് ഈ പറയുന്ന മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ചെയ്തിരുന്ന ഒരു വലിയൊരു സേവനമായിരുന്നു. ആ സേവനത്തിൻ്റെയൊക്കെ സത്യത്തിൽ പരിണിത ഫലമാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിന് ചില പ്രത്യേകതകൾ. ഇന്ന് അതില്ലാതെ വരുന്നു. അപ്പം മാം എന്തായാലും വളരെ മനോഹരമായി, എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട 12 പേര്, 12 പറയപ്പെട്ട 12 കുലത്തിലൂടെ ഓരോ ലൈഫ് സ്കില്ലും കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു കഥയെ ഒന്ന്
എന്താ പറയുന്നത്, ട്രാൻസ്ഫോം ചെയ്യാൻ വളരെ കൃത്യമായിട്ട് മാം അത് ശ്രമിച്ചു. തീർച്ചയായിട്ടും അത് നല്ലൊരു മെത്തേഡ് തന്നെയായിരുന്നു. നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, എങ്ങനെയാണ് നമ്മൾ ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും അതിനെ കൺവേർട്ട് ചെയ്യാമെന്ന് വളരെ മനോഹരമായി പറഞ്ഞു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. പലവരൻ സാർ തുടർന്നു. ശീതമ്മ കുറെ കാലമായി കണ്ടിട്ട്. എന്തായാലും ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമും വളരെ ജീവസുറ്റ ഒരു ക്ലാസ്സാണ് കൊണ്ടുപോയത്. നമ്മുടെ കുട്ടികളെ നമ്മളോട് ചേർത്ത് പിടിക്കാൻ എന്ത് ചെയ്യണം യഥാർത്ഥത്തിൽ? നമ്മുടെ ശബ്ദത്തോടൊപ്പം അവരെ കൂട്ടിക്കൊണ്ടുവരിക, അവരുടെ ശബ്ദം നമുക്ക് തരാൻ നാം ആഗ്രഹിക്കുക, നമ്മുടെ ആഗ്രഹം അവരെ അറിയിക്കുക. ഇവിടെ കറക്റ്റായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് മാം ഇന്ന് കഥകളിലൂടെ നമുക്ക് പറഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് പറയിപെറ്റ പന്തിരുകുലത്തെക്കുറിച്ച് കുറച്ച് മുമ്പൊക്കെ വായിച്ചതാണ്, അത്ര ഓർമ്മയൊന്നുമില്ല. അതിലെ ഈ നാരായണത്ത് ഭ്രാന്തനെ കുറിച്ചുള്ള ഒരവസ്ഥ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. അത് തന്നെയല്ലേ ഇന്ന് നമ്മൾ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കളെ മറന്നുകൊണ്ടുള്ള ഒരു ഓട്ടമാണ്. കല്ലിങ്ങനെ ഉരുട്ടി 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 മക്കളെ വിട്ട് കഴിഞ്ഞ് അവർക്ക് വേണ്ടിയാണ് ഉരുട്ടുന്നതെങ്കിലും അവിടെ എത്തി അത് പുറത്തേക്ക് കളയുന്ന ഒരവസ്ഥ മക്കൾക്ക് കിട്ടാതെ പോകുന്നു. മക്കൾക്ക് വേണ്ടി നമ്മുടെ സമയം കളയുന്നു എന്ന് നാം ഉറക്കെ ഉറക്കെ പറയുമ്പോഴും മക്കൾക്ക് വേണ്ടത് എന്തെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. എന്നിട്ട് മാതാപിതാക്കളുടെ അവസാന ആ കാലഘട്ടമാകുമ്പോഴേക്കും ഒരുതരം നിരാശ അനുഭവിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടും ഒരാൾക്ക് പോലും ഒരു എംപത്തറ്റിക് കൺസിഡറേഷൻ ടു ദി പാരൻസ് ഇല്ലല്ലോ എന്ന് അവർ വിലപിക്കുന്നു. ആ വിലാപം പ്രതാപിലാണ് മാം ഇന്ന് പറഞ്ഞു തന്നതും അത് തന്നെയാണ്. വിലപിക്കേണ്ട സമയം ആദ്യം വിലപിക്കുക, അപ്പോൾ നമ്മളോടൊപ്പം അവർ വരും. ആ വിലാപം പ്രതാപിലാണെന്ന് കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ശീത മാം തന്നത്. സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങുന്ന ഒരു 5 മിനിറ്റ് മുമ്പാണ് ഇതിൻ്റെ തലക്കെട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കിയത്. എനിക്കൊന്നും മനസ്സിലായില്ല, കാരണം എന്താണ് മാം ഉദ്ദേശിച്ചത് എന്നുള്ളത്. എന്നാൽ കേട്ടിട്ട് തന്നെ കാര്യം എന്ന് ഞാനും വിചാരിച്ചു. വളരെ നന്നായിരുന്നു മാം. മാത്രമല്ല വളരെ ഒഴുക്കോടുകൂടി, ഒരു ധൃതിയൊന്നുമില്ല. ട്രെയിൻ വരും പോവും, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ട്രെയിനിൽ കയറേണ്ട ആളുകളൊക്കെ കയറിക്കോളും എന്ന പൂർണ്ണ ബോധ്യം മാമിനുണ്ട്. നല്ല മോഡുലേഷൻ, ആ വികാരങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രത്യേക കഴിവ്, അത് മറ്റുള്ളവർക്ക് ഭാഷയിലൂടെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആരാ? ജാനകിദാസ് പറയും. ഓക്കെ, താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് മാം. കുറേ ദിവസങ്ങൾ, മാസങ്ങൾക്ക് ശേഷമാണ് കയറിയത്. ഞാനിപ്പോൾ ഉലകന സാർ പറഞ്ഞതുപോലെ ടോപ്പിക് എന്നാ നോക്കിയിട്ടില്ല, ആരാ എടുക്കുന്നത് നോക്കിയിട്ടില്ല. ഞാൻ ഒന്നേ നോക്കിയിട്ടുള്ള സാവു സാറിൻ്റെ ആ ലിങ്ക് മാത്രം ഒന്ന് വേഗം കയറിയേക്കാന്ന് വിചാരിച്ചു. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് സമയം കിട്ടിയത്. അപ്പം കയറിയപ്പം വളരെ മനോഹരമായൊരു ടോപ്പിക്ക്. ഞാൻ വരരുചിയുടെ കഥയൊക്കെ അവിടം തൊട്ടാണ് കേട്ടത്. ഇപ്പം വളരെ നല്ല കഥ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥയാണ്. ഞാൻ ഈയിടയ്ക്കാണ് ആ കഥയെ പറ്റിയൊക്കെ വായിച്ചത്. കേട്ടിട്ടുണ്ടെങ്കിലും പുസ്തകം വായിച്ചത് ഇതിന് കുറച്ച് ആളുകൾക്ക് കൊണ്ടാണ്. എനിക്ക് അതിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാരായണത്ത് ഭ്രാന്തനും പിന്നെ വയലാക്കുന്നനെ ഒപ്പനയും തന്നെയാണ്. പിന്നെ നമ്മളെ മറ്റേ എന്താ പെരുന്തച്ഛനെ എനിക്ക് അത്രയൊരു ഇതായിട്ടില്ലായിരുന്നു, കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി അന്നേരം ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് അതൊരു വല്ലാതെയായിരുന്നു. കാരണം തനിക്ക് മുമ്പിൽ ഒരാൾ എന്നാൽ പണത്തിന് മുമ്പേ പരുന്തും പറക്കരുതെന്ന് പറഞ്ഞതുപോലെ തനിക്ക് മുമ്പേ തനിക്ക് മുകളിൽ കൂടി എൻ്റെ മകനായാലും വളർന്നു വരരുത് എന്ന ഒരച്ഛൻ്റെ ഒരിത്തിരി നേരത്തെ ആ ഒരു ചിന്ത ഒരു മോൻ്റെ ജീവൻ അപഹരിച്ചു എന്നുള്ളതാണ്. വളരെ നല്ലൊരു കഥ, വളരെ നന്നായിട്ട് ഇവിടെ പറഞ്ഞു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗോകുമാർ സാർ. ജോഷി സാർ കേൾക്കുന്നുണ്ടോ? രത്നം, സുനിത മാം.
യെസ്, നമസ്കാരം നമസ്കാരം, ഗോപകുമാറാണ്. ഇത് പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിച്ചത് നല്ല രീതിയിലായിരുന്നു. പിന്നെ അതുകൂടാതെ ഈ ഒരു കാര്യം പറഞ്ഞത്, പിന്നെ ഇതുണ്ടല്ലോ, മറ്റുള്ളവരെ കഷ്ടപ്പെട്ട് ദ്രോഹിച്ച് ഉണ്ടാക്കുന്ന പണം ഒരു കാലത്തും നമുക്ക് മുതലാവത്തില്ല. അവസാനം നമ്മൾ കൊണ്ടുപോവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. അലക്സാണ്ടർ ചക്രവർത്തി തന്നെ റോഡിൽ കൊണ്ടുപോകുമ്പോൾ കൈ വെളിയിലേക്ക് ഇടണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, ഈ ഉണ്ടാക്കിയതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് ജനം ധരിക്കണം എന്നുള്ള പറഞ്ഞു. നല്ല രീതി നല്ല നമസ്കാരം. താങ്ക് യു സർ. നമസ്കാരം. പ്രിയപ്പെട്ട ഷീത ടീച്ചറിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമില് കഥയിലുണ്ടൊരു കാര്യം എന്ന് പറഞ്ഞൊരു ഒരു സെഗ്മെന്റ് ഉണ്ട്. അവിടെ കഥകൾ പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ ഈ കഥകളുടെ ഒരു തിയറി നമ്മൾ പഠിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുകയായിരുന്നു. കേട്ടിട്ടുള്ള പല കഥകളുടെ പിന്നിലെ അതിൻ്റെ പ്രായോഗികമായ അല്ലെങ്കിൽ ഇതിൻ്റെ സാമൂഹികമാനം ഇവയെല്ലാം വിശദീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ മനോഹരമായ ഒരു ക്ലാസ് ഇന്നത്തെ തലമുറയ്ക്കും എല്ലാ തലമുറയ്ക്കും വളരെ വേഗത്തിൽ സനാതന മൂല്യങ്ങളും മറ്റ് ധാർമ്മികമായ ചിന്തകളും സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടാക്കുവാൻ ഉപകരിക്കുന്നതാണ് നിശ്ചയമായും കഥകൾ. ഇന്ന് കഥ പറയാൻ നേരമില്ല, കഥ പറയാൻ അറിയില്ല, കഥയും അറിയില്ല. എല്ലാം ഉപേക്ഷിച്ചു, കഥയും ഉപേക്ഷിച്ചു, സകലതും ഉപേക്ഷിച്ചു എന്നുള്ള നിലയിലാണ്. ടീച്ചർ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ എല്ലാവരും എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത ഒരു പാച്ചിലാണ്. ഈ പാച്ചിലിന്റെ ഇടയിൽ നേടുന്നുണ്ടോ നഷ്ടപ്പെടുകയാണോ എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടി കൂടി ഈ ക്ലാസ് ഉപകാരപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ധാരാളം ആളുകൾക്ക് ഈ ക്ലാസ് പിന്നീട് യൂട്യൂബിലൂടെയും ഒക്കെ കേൾക്കാൻ ഇടവരും. അപ്പോൾ അത് ഈ കഥ തന്നെ പഠിക്കാൻ, ഒരുപക്ഷെ ചില കഥകൾ ആഴമായി വായിച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ വായിക്കാൻ ഒരു പ്രചോദനം കൂടിയായിരുന്നു ഇന്നത്തെ ക്ലാസ് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ. വളരെ വ്യത്യസ്തമായ ഈ പ്ലാറ്റ്ഫോമിൽ പല വ്യത്യസ്തതകളാണ് ക്ലാസ്സുകളിലൂടെ വരുന്നത്. ഇന്നത്തെ ക്ലാസ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇവിടെ ഉലകനൻ സാറൊക്കെ പറഞ്ഞതുപോലെ ടോപ്പിക്ക് കണ്ടിട്ട് കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ പുതുമയുള്ള പുത്തൻ വിഷയങ്ങളുമായിട്ട് ഇനിയും വരണം. ഇതിന്റെ തന്നെ ഭാഗം ബാക്കിയുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ കുറെ കഥകൾ കൂടി കേട്ട് ഓർമ്മിച്ചൊക്കെ പോകാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും വീണ്ടും കാണാം. എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും ഈ രാത്രി ഏറെ ധന്യമായി. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും മൺമട്ടി ചെയ്യാവോ? മൺമട്ടി പറയാനായി പറയും, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവേ, ഷീതാമാം വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഒരു റിയലി ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഒരു കഥയിലൂടെ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും ശരിക്കും എക്സ്പീരിയൻഷ്യലായിട്ട് എങ്ങനെ ഒരു കഥയിൽ നിന്ന് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അതിനെ മോൾഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു വലിയ അറിവാണ് നൽകിയത്. തീർച്ചയായിട്ടും ആ കഥ 12 കഥകൾ, ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ 12 കഥകളെ ഒന്നും കൂടെ നമ്മൾ കേട്ട് അതിനെ കണ്ടൻസ്ഡ് ആക്കിയിട്ട് തീർച്ചയായിട്ടും ഈ കഥകളിലൂടെ ഈ പറയുന്ന ലൈഫ് സ്കില്ലുകളെല്ലാം കൃത്യമായിട്ട് കുട്ടികളിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മൂല്യങ്ങൾ അവർക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിന് ഒരു നല്ല ശ്രമം തീർച്ചയായിട്ടും അത് ഒത്തിരി പ്രയോജനപ്പെടും ഇനിയുള്ള കാലങ്ങളിൽ എന്ന് വേണം ചിന്തിക്കാൻ. ഓക്കെ, താങ്ക് യു മാം. ഫൈനലായിട്ട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയും. അൺമ്യൂട്ട് ചെയ്യും മാം. കേൾക്കുന്നില്ല.
താങ്ക് യു സാബു സാർ, താങ്ക് യു ഓൾ. ഇത്രയും നേരം ഇവിടെ എല്ലാവരും ഇന്നല്ല, വളരെ സന്തോഷം. ഞാൻ പെട്ടെന്ന് എനിക്കങ്ങ് തോന്നി എന്താവും പറയാന്ന് വിചാരിച്ചിട്ട് ഞാനത് മറ്റേ ടോട്ട്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനതൊന്നും വായിച്ച് നോക്കിയില്ല. പിന്നെ ആ ഓർമ്മയിൽ ഞാനതൊക്കെ ഈ കഥ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു മുമ്പ് വായിക്കുമ്പോൾ. തീർച്ചയായിട്ടും ഇതിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് അത് പ്രയോജനകരമായ രീതിയിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം. തീർച്ചയായും അതൊരു പുതിയ ഐഡിയ ആണ്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ സി യു എല്ലാവർക്കും. നാളെ നമ്മുടെ പാട്ടിൻ്റെ ദിവസമാണ്. അനിൽ പരശുരാൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾ, നമ്മുടെ പാട്ടുകൾ ഓർക്കുന്നില്ലേ? ഞാനൊരു ബാലനാം ബാർബർ എന്ന് പറയുന്ന പാട്ടുകൾ. നല്ലൊരു പാട്ട്, നല്ല രസമുള്ളൊരു പാട്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര രസകരമായ പാട്ടുകളാണ്. ചോര വീണ മണ്ണിൽ നിന്നുറ ഉയർന്ന വന്ന പൂമരം, വ്യത്യസ്തനാമൊരു ബാർബറ, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, ഇങ്ങനെയൊക്കെ വളരെ ചെറിയ പാട്ടുകളാണെങ്കിൽ പോലും വളരെ കൃത്യം. അതുപോലെ തന്നെ സത്യൻ അന്തിക്കാടിൻ്റെ 70ാമത്തെ ജന്മദിനം കൂടിയാണ്. സത്യൻ അന്തിക്കാട് എഴുതിയ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളും കൂടെ നമ്മൾ നാളെ പാട്ടിൻ്റെ ഭാഗമായിട്ട് കേൾക്കും. ഓക്കെ, അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭരാത്രി. താങ്ക് യു ഷിത മാം വൺസ് അഗെയിൻ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. See you.